നിങ്ങൾ വീട്ടുജോലി ചെയ്യണം, നിങ്ങൾ വീട്ടിൽ പണിയെടുക്കണം, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ. നമ്മുടെ ഭാര്യമാരോടൊക്കെ പരാതി. മദീനത്തെ സ്വഹാബത്തിന്റെ ഭാര്യമാര് പറഞ്ഞു. ചിലരൊക്കെ ഇനിയിപ്പോ പറയാൻ പോകുന്ന ഹദീസിൽ വന്നു കുടുങ്ങി എന്ന് കരുതും. അത്തരത്തിലുള്ള ഹദീസ്. സ്വഹാബത്തിന്റെ ഭാര്യമാർ ഈ പരാതി ഇങ്ങനെ നിരന്തരം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ഒരു കാര്യം തീരുമാനിച്ചു. ആയിഷ ബീവിയോട് പോയിട്ട് ചോദിക്കാം. നമ്മളോട് ഇവരിങ്ങനെ വല്ലാതെ കൽപ്പിക്കുന്നുണ്ടല്ലോ, വീട്ടിലെ ജോലിയൊക്കെ നമ്മൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മളെ വല്ലാതെ പ്രതികടാക്കണല്ലോ. നമുക്ക് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കാണാം. ആയിഷ ബീവിയോട് പോയിട്ട് ചോദിക്കാം. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം ചെയ്യാം. നബിതങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി ഒരു കൂട്ടം സ്വഹാബാക്കൾ പോയി ആയിഷ ബീവിയെ കണ്ടു. എന്നിട്ട് ആ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബൈത്തി. നബിതങ്ങൾ എങ്ങനെയായിരുന്നു വീട്ടിൽ? നബിതങ്ങളുടെ പുറം ജീവിതം നിങ്ങൾക്കറിയാം. നബി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നബിതങ്ങൾ എങ്ങനെയായിരുന്നു? ആയിഷ. സ്വഹാബാക്കൾ പോയിട്ട് ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറയാണ്, യുഖ്ലി തൗബഹു വയഹ്ലിഫു ശാത്തഹു വയഖസിഫു നഅലഹു വയഖുമ്മു ബൈതഹു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ എങ്ങനെയായിരുന്നു അറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വസ്ത്രം കഴുകുമായിരുന്നു. എന്റെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു, അവിടുന്ന് വസ്ത്രം കഴുകുമായിരുന്നു, അവിടുന്ന് നാടിനെ കറക്കുമായിരുന്നു, അവിടുന്ന് ചെരുപ്പ് വൃത്തിയാക്കുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വയഖുമ്മു ബൈതഹു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട് അടിച്ചു വാരുമായിരുന്നു, വീട് അടിച്ചു വാരുമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചു കൊണ്ടുവന്ന എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ വൽ ഖരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമീൻ. ആരെക്കുറിച്ചാണ് ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരൻ എന്ന് പറഞ്ഞത്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണെന്ന് ആരെക്കുറിച്ചാ പറഞ്ഞത്? ആരുടെ റൗള കാണുമ്പോഴാ മുഅ്മിനീങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത്? ആരുടെ 1500ാമത്തെ ജന്മദിനാഘോഷമാ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവനും ധർമ്മം പഠിപ്പിച്ച നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ പറഞ്ഞത്. യഖുമ്മു ബൈതഹു. വീട് അടിച്ചു വാരുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. റിസാലത്തിന്റെ നുബുവത്തിന്റെ തലപ്പാവ് വെച്ച തലയാ. ലോകത്തിന്റെ മുഴുവൻ മുഅ്മിനീങ്ങളും നെഞ്ചോട് ചേർക്കുന്ന വ്യക്തിപ്രഭാവമാ. 1000 കോടിക്കണക്കിന് അനുയായികളുടെ നേതാവാ. യഖുമ്മു ബൈതഹു. വീട് തൂത്തു വൃത്തിയാക്കും പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന തിരിച്ചറിവ്